അഷ്റഫുൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാതെ പ്രണയിക്കാതെ അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലാതെ സലാം ചൊല്ലാതെ ഒരാൾക്കും യഥാർത്ഥ മുഅ്മിനാവാൻ മുസ്ലിമാവാൻ സാധിക്കുകയില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ കഷ്ടപ്പാടുകൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും വേദനകൾക്കും യാതനകൾക്കും നൊമ്പരങ്ങൾക്കും വിഷമങ്ങൾക്കും ബേജാറുകൾക്കും പരിഹാരമാണ് പരിശുദ്ധമായ സ്വലാത്ത് എന്നുള്ളത്, ഹബീബിനോടുള്ള സ്വലാത്ത് എന്നുള്ളത്. സ്വലാത്ത് വർദ്ധിപ്പിക്കൽ കൊണ്ട് അത് മുസ്ലിമായി മരിക്കാനുള്ള അവസരം ലഭിക്കും, ഖബറിൽ രക്ഷപ്പെടും, സിറാത്ത് പാലം കടക്കാൻ സാധിക്കും, നന്മ തിന്മ തൂക്കുമ്പോൾ നന്മ അധികരിക്കാൻ അത് കാരണമാകും, സ്വർഗത്തിലെത്താൻ പോലും കാരണമാകുന്നത് ഒന്നാണ് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് എന്നുള്ളത്. എവിടെയും രക്ഷപ്പെടാൻ ഒരു കാരണമാണ് നമ്മുടെ ഹബീബിന്റെ മേലുള്ള സ്വലാത്ത്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. അല്ലാഹു പറയുകയാണ്, നബിയെ നിങ്ങൾ അവരിൽ ഉള്ള കാലത്തോളം അവരെ ഞാൻ ശിക്ഷിക്കുകയില്ല. ഹബീബിനെ ഒരാൾ പിടിക്കുകയാണെങ്കിൽ, പ്രണയിക്കുകയാണെങ്കിൽ, സ്നേഹിക്കുകയാണെങ്കിൽ, സ്വലാത്ത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, ഒരാൾ നബിനെ പിടിക്കുകയാണെങ്കിൽ, നബിനോട് പിൻപറ്റുകയാണെങ്കിൽ, നബിയുടെ ചര്യ പിൻപറ്റി ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു പറയുകയാണ്, അവരെ ഞാൻ ശിക്ഷിക്കുകയില്ല. എവിടെയും ശിക്ഷിക്കുകയില്ല. ഖബറിലോ ദുനിയാവിലോ ആഖിറത്തിലോ ആ മനുഷ്യരെ ശിക്ഷിക്കുകയില്ലെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഒരു സംഭവം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു മഹാനരുടെ അടുക്കൽ ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, മഹാനാരുകളെ, എന്റെ മകൾ മരിച്ചുപോയിട്ടുണ്ട്. എനിക്ക് ഒരേ പെണ്ണുമകൾ ഉള്ളത്, അവൾ മരിച്ചുപോയി. എനിക്കൊന്ന് സ്വപ്നത്തിൽ കാണാൻ വല്ലാത്ത ആഗ്രഹമാണ്. അതുകൊണ്ട് സ്വപ്നത്തിൽ കാണാൻ വേണ്ടി അതിനുള്ളൊരു മാർഗം പറഞ്ഞു തരണമെന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു മഹാനവരുകളോട് ആ പെണ്ണ് ചോദിച്ചപ്പോൾ മഹാനവരുകൾ എന്തോ ഒന്ന് ചെയ്യാൻ പറഞ്ഞു, ചൊല്ലാൻ പറഞ്ഞു. അവൾ അങ്ങനെ തന്നെ ചെയ്തു. അന്ന് രാത്രി തന്റെ മകളെ സ്വപ്നത്തിൽ കണ്ടു. മരിച്ചുപോയ മകളെ സ്വപ്നത്തിൽ കണ്ടത് 2 കൈയും 2 കാലും കെട്ടിയിട്ട് വലിയൊരു ശിക്ഷ നൽകുന്നതായിട്ടാണ് കണ്ടത്. ആ ഉമ്മ വിചാരിച്ചു, കണ്ടിരുന്നില്ലെങ്കിൽ വളരെ നന്നായിരുന്നു. വീണ്ടും ഏറെ വിഷമായി. ഒന്ന് മരിച്ചതിന്റെ വിഷമം, പിന്നെ ഒരു അദാബ് കണ്ടതിന്റെ വിഷമം. വീണ്ടും ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. എനിക്ക് എന്റെ മകളെ കണ്ടത് ഈ രീതിയിലാണെന്ന് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വിഷമായി. മഹാനവറുകൾ ദുആരുന്നു. അന്ന് രാത്രി മഹാനവറുകൾക്ക് ആ പെണ്ണിനെ സ്വപ്നത്തിൽ കണ്ടു. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ആ പെണ്ണിനെ സ്വപ്നത്തിൽ കണ്ടത് സ്വർഗത്തിൽ ഒരു കിരീടം ധരിച്ചിട്ടായിരുന്നു ഞാൻ ആ പെണ്ണിനെ കണ്ടത്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് ചോദിച്ചു, നീ ഇന്നലെ ശിക്ഷ അനുഭവിക്കുന്ന ഒരു പെണ്ണായിരുന്നു, പക്ഷേ ഇന്ന് നീ സ്വർഗത്തിൽ ഒരു കിരീടം വെച്ചിരിക്കാൻ ഇത്ര വലിയ ഒരു മഹത്വത്തിലെത്താൻ കാരണമെന്തേ എന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ഖബറിന്റെ അടുക്കൽ ആരോ ഒരാള് ഇങ്ങനെ നടന്നുകൊണ്ടു പോകുമ്പോൾ ഒരുപാട് സ്വലാത്ത് ഇങ്ങനെ പറയുകയാണ്.
എന്റെ ഖബറിന്റെ അരികിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ ഒരു സ്വലാത്ത് ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോകുന്നു. എന്നിട്ട് അയാൾ ഈ സ്വലാത്തിനെ അവിടെ മരിച്ചു കിടക്കുന്ന എല്ലാവർക്കും ഹദിയ ചെയ്തു. അതിൽ ഞാൻ പെട്ടു. നിങ്ങൾ നോക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനസ്സറിഞ്ഞുള്ള ഒരു സ്വലാത്ത് മതി ഖബറിൽ പോലും രക്ഷപ്പെടാൻ. ഏത് പ്രശ്നത്തിനും പരിഹാരമാണ്, ഏത് പ്രതിസന്ധിക്കും പരിഹാരമാണ് ഈ സ്വലാത്ത് എന്നുള്ളത്. കൂടുതലെന്ന് ഞാൻ